ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആരെന്നറിയോ? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ തീകോരിയിട്ട നീറുന്ന ചിന്തകൾ ഉണ്ടായിരുന്നു. തന്റെ വാപ്പയും ഉമ്മയും തീ ആരാധകരായിരുന്നു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയും ഉമ്മയും തീ ആരാധിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് കൊച്ചുകുട്ടിയാണ്, വിശ്വസിച്ചിട്ടില്ല. മനസ്സിൽ വല്ലാതെ സങ്കടം തോന്നിപ്പോയി. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുട്ടി ഇറങ്ങി നടക്കുകയാണ്. ഒരു ക്രിസ്തീയ പുരോഹിതന്റെ മുമ്പിൽ ചെല്ലുകയാണ്. അയാളുടെ വേഷവിധാനം കണ്ടപ്പോൾ, അയാളുടെ വൃത്തിയും വെടിപ്പും കണ്ടപ്പോൾ സൽമാൻ അൽ ഫാരിസി എന്ന കൊച്ചുകുട്ടി ആ പ്രിയപ്പെട്ട ക്രിസ്തീയ പുരോഹിതന്റെ അടുത്ത് പോയിട്ട് അറിവുകൾ പഠിക്കുകയാണ്. അയാളെടുത്ത് പോയിരുന്ന തന്റെ പൊന്നുമോ സമയം കളയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്ന് സൽമാൻ അൽ ഫാരിസി എന്ന പൊന്നുമോനെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. വീടിന്റെ അകത്ത് കെട്ടിയിടുകയാണ്. മോനെ, നീ പോകാൻ പാടില്ല, അവരൊക്കെ മോശക്കാരാണ്. ആ പുരോഹിതന്മാരുടെ മുമ്പ് പോയിട്ട് നീ അറിവ് പഠിക്കാൻ പാടില്ല, അവിടെ ആരാധനകളെ കൈയിടാൻ പാടില്ല എന്ന് പറഞ്ഞ് കെട്ടിയിട്ട് പോയി. അവസാനം ആ പൊന്നുമോന്റെ സ്വഭാവത്തിൽ മാറ്റം വന്ന് കാണുമെന്ന് കരുതിയിട്ട് കെട്ടടിച്ചു വിടുമ്പോ ആ പ്രിയപ്പെട്ട സൽമാൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടിയരാ വീണ്ടും പോവുകയാണ്. ചൊല്ലുമ്പോഴല്ല ആദ്യത്തെ ക്രിസ്തീയ പുരോഹിതൻ വാർദ്ധക്യത്തിന്റെ പടിങ്കുടിയിൽ വീണുപോയിരിക്കുകയാണ്. രക്ഷയില്ല. ഇനി അയാളെ കൊണ്ടൊന്നിനും കഴിയില്ല. അതുകൊണ്ട് അയാൾ പറഞ്ഞു, മോനെ, നിനക്ക് നല്ല ഒരു സ്ഥലം ഞാൻ പറഞ്ഞു തരാം, നിനക്ക് നല്ല ഒരു സ്ഥലം ഞാൻ പറഞ്ഞു തരാം. അമൂറിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് ക്രിസ്തീയ പുരോഹിതന്മാരുണ്ട്. അവിടെ പോയിട്ട് നിനക്ക് ദൈവത്തിലെത്താം, അവിടെ പോയിട്ട് നിനക്ക് ആരാധനകൾ അർപ്പിക്കാം. അങ്ങനെ പോവുകയാ. സൽമാൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടി അമൂറിയ എന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ ക്രിസ്തീയ പുരോഹിതനെ കിട്ടി. അവിടുത്തെ ആരാധനകളൊക്കെ അയാൾ പറഞ്ഞു കൊടുത്തിട്ട് സൽമാനോട് പറയുന്നു, മോനെ, എന്റെ കാലവും കഴിയാറായി, എന്റെ കാലവും കഴിയാറായടാ, എന്റെ കാലവും കഴിയാറായി പൊന്നുമോനെ. അതുകൊണ്ട് സൽമാനെ നിനക്ക് ഞാൻ ഏറ്റവും നല്ല മനോഹരമായ മറ്റൊരു സ്ഥലം പറഞ്ഞു തരാ. ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ട്. അതേ ഏടുകളിൽ പറഞ്ഞിട്ടുള്ള, ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു അന്ത്യപ്രവാചകർ വരാനുണ്ട്. ആ പ്രവാചകർ വരുന്നത് മക്കത്താ. ആ പ്രവാചകർ മദീനത്തേക്ക് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകന് കടന്നു വരുമ്പോ ആ സത്യപ്രവാചകന്റെ മുമ്പിലേക്ക് പോയിട്ട് സത്യം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയുമ്പോ സൽമാൻ എന്ന പൊന്നുമോൻ ചിന്തിക്കുന്നു, ഞാൻ എവിടെയാ പോകേണ്ടത്? ആ പുരോഹിതൻ പറഞ്ഞു, മക്കത്തിരുന്ന് മദീനത്തേക്ക് പോകുന്ന വഴിയിലാണ് പ്രവാചകരുള്ളത്. അതുകൊണ്ട് സൽമാനെ നീ പൊയ്ക്കൊള്ളുക, സൽമാനെ നീ പൊയ്ക്കൊള്ളുക. ആ സൽമാൻ എന്ന കൊച്ചുകുട്ടിയരാ യാത്ര ചെയ്യുകയാണ്. മദീനത്തേക്ക് പോകാനുള്ള വഴിയറിയില്ല, മദീനത്തേക്ക് പോകാനുള്ള വഴിയറിയില്ല. ആ സൽമാൻ എന്ന കൊച്ചുകുട്ടി യാത്ര ചെയ്ത് അവസാനം ഒരു കച്ചവട സംഘം പോകുമ്പോ ആ കച്ചവട സംഘത്തെ കൈ കാണിച്ചു നിർത്തിയിട്ട് സൽമാൻ എന്ന കൊച്ചുകുട്ടി കച്ചവട സംഘത്തിലേക്ക് കയറുകയാ. ഓ, കച്ചവട സംഘം നോക്കുമ്പോ കാണാൻ അഴകുള്ള നല്ല ഇളം പ്രായക്കാരനായ സുന്ദരനായ സൽമാനല്ലേ. അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാമെന്ന് പറഞ്ഞ് കച്ചവടക്കാര് കയ്യും കാലും കെട്ടുകയാണ്. മദീനയുടെ കമ്പോളത്തിൽ കൊണ്ടുവന്നിട്ട് അവര് കച്ചവടം ചെയ്യുകയാണ്. ഇതാ നല്ല ഒരു അടിമയാണ് സൽമാൻ എന്ന കൊച്ചുകുട്ടി, നല്ല ഒരു അടിമയാണ് കൊണ്ടുപോവുക. ഒരു യഹൂദിയാര മനുഷ്യൻ നോക്കുമ്പോ ആരോഗ്യമുള്ള സുന്ദരനാര അടിമയാണല്ലോ. അവരറിയുന്നില്ല ഏറ്റവും നല്ല കുലീന കുടുംബത്തിലെ മകനാണെന്നറിയുന്നില്ല. കുലപതിയാണ്, സമ്പന്ന പ്രഭുക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ടവനാണ് സൽമാൻ അൽ ഫാരിസി. പാവപ്പെട്ടവനായിരുന്നില്ല. പക്ഷേ ആ സൽമാൻ അൽ ഫാരിസിയെ ജൂതന്മാര് യഹൂദന്മാര് പിടിച്ച് കമ്പോളത്തിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തു. അടിമയെന്ന് പറഞ്ഞ് ഒരു യഹൂദിയാര മനുഷ്യൻ വാങ്ങിക്കൊണ്ടുപോയിട്ട് മസ്ജിദ് ഖുബ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറയുടെ കൂലിയാണ്. ഉംറയ്ക്ക് പോയിട്ടുള്ളവർക്കറിയാം, ഹജ്ജിന് പോയിട്ടുള്ളവർക്കറിയാം. മസ്ജിദ് ഖുബ എന്ന് പറയുന്ന ആ മനോഹരമായ സ്ഥലത്തിനടുത്താണ് യഹൂദിയുടെ ഇന്തപുത്തം തോട്ടങ്ങളുള്ളത്. സൽമാൻ എന്ന കൊച്ചുകുട്ടിയെ കൊണ്ടുവന്നിട്ടവര് പറയുകയാ, എടോ സൽമാനാര അടിമയേ, ഇത്ര വിശാലമായ ആയിരക്കണക്കിന് മരങ്ങളുടെ പഴം പറിക്കുന്ന ജോലി നിനക്കാണ്, ആയിരക്കണക്കിന് മരങ്ങളെ നട്ടു നനയ്ക്കുന്ന ജോലി നിനക്കാണ്. അവിടെ
വളമിട്ട് കൊടുക്കേണ്ടത് നീയാണ്, ആ പനമരത്തിലേക്ക് കയറേണ്ടത് നീയാണ്. അല്ലാഹുവേ, ആ കൊച്ചുകുട്ടി സൽമാന അടിമജോലി ചെയ്യുകയാണ്. കുലീന കുടുംബത്തിലെ കുലപതിയായി ജനിച്ചു വളരുന്ന പൊന്നുമോ സത്യമന്വേഷിച്ചിറങ്ങി വന്ന അവസാന പ്രവാചകൻ തരികിലും എത്താനുള്ള കൊതി കൊണ്ട് മദീനത്ത് വന്നതാണ്. അങ്ങനെ മസ്ജിദ് ഖുബായുടെ അടുത്തുള്ള ഈന്തമരത്തിന്റെ മുകൾ ഭാഗത്തിരുന്നു കൊണ്ട് സൽമാൻ എന്ന കൊച്ചുകുട്ടിയരാ ഈത്തപ്പഴത്തിന്റെ കൊല പിടിച്ചുകൊണ്ടിരിക്കുമ്പോ രണ്ടുപേര് ആ മരത്തിന്റെ താഴത്തൂടെ നടന്നു പോകുമ്പോ സംസാരിക്കുന്നത് സൽമാൻ എന്ന കൊച്ചുകുട്ടി കേൾക്കുകയാ. ആ രണ്ടുപേര് സംസാരിച്ചതെന്തെന്നറിയോ? മക്കയിൽ നിന്നൊരു പ്രവാചകൻ മദീനത്തേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞോ? ജനങ്ങളൊക്കെ ആ മുഹമ്മദ് എന്ന പ്രവാചകരെ കാണാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞപ്പോ അല്ലാ ഈത്തപ്പരത്തിന്റെ മുകൾ ഭാഗത്തിരുന്നെടുത്തൊരൊറ്റ ചാട്ടം കൊടുക്കുകയാണ്. സൽമാൻ എന്ന പൊന്നുമോൾ ചാടി ഈ സംസാരിച്ചവരോട് പറയുന്നു, നിങ്ങളിപ്പോഴെന്താ പറഞ്ഞത്? നിങ്ങളിപ്പോഴെന്താ പറഞ്ഞത്? ആ സമയത്ത് പറഞ്ഞു, അള്ളാന്റെ റസൂൽ എന്ന് പറയുന്ന ഒരാള് മക്കത്തിരുന്ന് മദീനത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ സൽമാൻ പറഞ്ഞു, എനിക്കുമൊന്ന് പോകണം, എനിക്കുമൊന്ന് പോകണം, എനിക്കുമൊന്ന് പോകണം. പക്ഷേ പുരോഹിതൻ പറഞ്ഞിരുന്ന 3 അടയാളങ്ങളുണ്ട് ആ പ്രവാചകര്. ആ 3 അടയാളങ്ങളിൽ ആളാണ് വന്നതെങ്കില് ഞാൻ മുസ്ലിമാകുമെന്നുറപ്പാ. ക്രിസ്തീയ പുരോഹിതന്മാര് പറഞ്ഞിരുന്ന 3 പ്രധാനപ്പെട്ട അടയാളങ്ങള് അല്ലാഹുവിന്റെ റസൂലിലുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ശഹാദത്ത് കലിമ പറയുമെന്നുറപ്പാണ്. ആ 3 അടയാളങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് മുത്ത് റസൂലിനെ കാണാൻ ചെല്ലുകയാണ്. ആളുകൾ ഇങ്ങനെ വരിവരിയാ നിൽക്കുന്നു. മദീനയുടെ മുറ്റത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുകയാ. സൽമാൻ എന്ന കൊച്ചുകുട്ടി ചിന്തിക്കുന്നു, ഒന്നാമത്തെ അടയാളം എന്താ? ആ വരുന്ന പ്രവാചകർ സ്വതക്കയുടെ മുതൽ കഴിക്കൂല. സ്വതക്കയാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് കൊടുത്താലും കഴിക്കൂല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ അടയാളം മനസ്സിലാക്കാൻ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചെറിയ ഒരു തോൽപാത്രത്തിൽ 5-6 ഈ തപ്പടം എടുത്തിട്ടുകൊണ്ട് റസൂലുള്ളാഹി കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു, സ്വതക്കത്തുല്ലക നബിയേ, ഇത് അങ്ങേക്കുള്ള സ്വതക്കയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ സ്വതക്ക കഴിക്കൂല, ഞാൻ സ്വതക്ക കഴിക്കൂല. അടുത്തിരിക്കുന്നവർക്ക് ആ സ്വതക്ക കൊടുത്തപ്പോ സൽമാന്റെ കണ്ണ് നിറഞ്ഞു. ഒന്നാമത്തെ അടയാളം കിട്ടിയല്ല. രണ്ടാമത്തെ ദിവസം സൽമാനൽ കുറച്ച് ഈത്തപ്പഴവും കൊണ്ടുവരുന്നു. യാ റസൂലല്ലാഹ്, ഹദിയത്തുല്ലക നബിയേ, ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ കഴിക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്ന രണ്ടാമത്തെ അടയാളം റാഹത്തായി. മൂന്നാമത്തെ അടയാളം എന്തെന്നറിയോ? റസൂലുള്ളാഹിയുടെ മുതുകിൽ ഒരു അടയാളമുണ്ട്. അത് ഖാതിമുൻ നുബുവത്തിന്റെ അടയാളമാ. അത് പ്രവാചകന്റെ സീല. അതെങ്ങനെ നോക്കാനാണ്? സഹാബികളൊക്കെ നോക്കിയിരിക്കുമ്പോ റസൂലുള്ളാഹിയുടെ മേൽമുണ്ട് മാറ്റാൻ പറ്റുമോ? സൽമാൻ ഇങ്ങനെ മദീനയുടെ മുറ്റത്ത് കറങ്ങി നടക്കുകയാണ്. കറങ്ങി നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ആ ശരീരത്തിൽ നിന്ന് തട്ടമങ്ങോട്ട് ഉയർത്തിയപ്പോ പുറകിൽ നിൽക്കുന്ന സൽമാൻ പൊട്ടി പൊട്ടി കരയുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ റസൂലുള്ളാഹിയുടെ നുബുവത്തിന്റെ അടയാളം പുറകിലുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നുബുവത്തിന്റെ അടയാളത്തിലേക്ക് വന്ന് വാരിപ്പുറന്നുകൊണ്ട് മുത്തം കൊടുത്ത് പൊട്ടി പൊട്ടി കരന്നിട്ട് പറയുന്നു, ഞാൻ സത്യം കണ്ടെത്തി നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. പക്ഷേ ചരിത്രം അവസാനിക്കുന്നില്ല. എന്ന് നിസ്കരിക്കാമെന്നാൽ സൽമാൻ പെട്ടെന്ന് പോവുകയാണ്. എന്ന് റസൂലുള്ളാഹിയുടെ മുമ്പ് വന്നാൽ സൽമാൻ പെട്ടെന്ന് പോവുകയാണ്. മുത്തുനബി തങ്ങൾ ചോദിച്ചു, എവിടെയാണ് സൽമാനെ നീ ഓടുന്നത്? കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുമ്പ് വന്ന് പറഞ്ഞു, നബിയേ, ഒരു സെക്കൻഡ് പോലും പാഴാക്കാറ് മദീനയുടെ മുറ്റത്ത് അങ്ങയുടെ മുഖം കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് വിശ്വാസത്തിന്റെ മാധുര്യം വരണമെന്ന കൊതിയില്ലാഞ്ഞിട്ടല്ല നബിയേ, ഞാനൊരു യഹൂദിയുടെ അടിമയാണ് റസൂലേ. സമ്പന്ന കുടുംബത്തിൽ പിറന്നവനാണ് ഞാൻ, കുലപതിയുടെ പൊന്നുമോനാണ് ഞാൻ. പക്ഷേ ഇവിടത്തേക്ക് വരുന്ന യാത്രയിൽ, മദീനത്തേക്ക് വരുന്ന യാത്രയിൽ ജൂതന്മാര് പിടിച്ചിട്ട് അടിമച്ചന്തയിൽ കൊണ്ട് എന്നെ വിറ്റതാണ് റസൂല്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ സൽമാനെ വിഷമിക്കണ്ട, നിന്റെ യജമാനനോട് ഞാൻ സംസാരിക്കാം. മദീനയുടെ നായകൻ പോവുകയാ, ഒരടിമയെ മോചിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് യഹൂദിയോട് സംസാരിക്കുകയാ. എടോ, ഇതൊരടിമയല്ല, ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ട പൊന്നുമോനാണ്. അതുകൊണ്ട് സൽമാനെ മോചിപ്പിക്കണമെന്ന് പറയുമ്പോ ആ
സമയത്ത് സൽമാന്റെ കുറിച്ച് യഹൂദി പറയുന്നു, എന്തേ അബുൽ ഖാസിമേ മുഹമ്മദേ നിങ്ങൾ ഈ പറയുന്നത്? നല്ല ആരോഗ്യമുണ്ട് സൽമാന്, നല്ല സൗന്ദര്യമുണ്ട് സൽമാന്, നല്ല ചുറുചുറുക്കും ഉന്മേഷവുമുള്ള അടിമയാണ് സൽമാൻ. നൂറുകണക്കായ എന്റെ ഈന്തമരത്തോട്ടങ്ങളെ നട്ടു നനയ്ക്കാൻ സൽമാനല്ലാതെ വേറെ അടിമയില്ല. അതുകൊണ്ട് ഒരു 5 വർഷം കഴിഞ്ഞ് വന്നാൽ എന്റെ ഈന്തമരങ്ങളൊക്കെ കുരുവെച്ച് നട്ടിട്ട് വളർന്ന മരങ്ങളായി പഴങ്ങൾ പറിച്ചെടുപ്പിട്ട് സൽമാനെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞപ്പോ സൽമാ പൊട്ടിക്കരയുന്നു, യാ റസൂലല്ലാഹ്, കഴിയില്ല നബിയേ, കഴിയില്ല. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും ചോദിക്കുന്നു, നീ പുറത്തു കൊടുക്കുന്നുണ്ടോ? എന്റെ അടിമയായ സൽമാന് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ട് എന്നോടൊപ്പം പറഞ്ഞു വിടുന്നുണ്ടോ? അവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്, എനിക്ക് കൽവിരുന്നവനാണ്, എനിക്ക് മനസ്സിലുന്നവനാണ്. എന്റെ മനസ്സിലേക്ക് ലയിച്ചു ചേർന്ന മഹബത്തിന്റെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, കാരുണ്യത്തിന്റെ, ഇഷ്കിന്റെ, പ്രേമത്തിന്റെ പേമാരി പെയ്തിരിച്ചവനാണ്. അതുകൊണ്ട് യഹൂദിയെ അവനെ പറഞ്ഞു വിടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് കണിശമാര് മറുപടി പറഞ്ഞപ്പോ ആരംഭ റസൂലല്ലാ കൈ ഉയർത്തുകയാണ്. ഇന്നലെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിന് മുന്നിൽ കൈ ഉയർത്തിയതുപോലെ അല്ലാഹുവിന്റെ റസൂല് കൈ ഉയർത്തുകയാണ്. എന്നിട്ട് പറയുന്നു, ഉമറേ, അബൂബക്കറേ, ഉസ്മാനേ, കടന്നു വാ, എല്ലാവരും വാ, ഈ മനോഹരമായ തോട്ടത്തില് ഈത്തപ്പന മരം നടാൻ വേണ്ടിയിട്ട് കുഴിയെടുക്കുക. എല്ലാവരും കുഴിയെടുക്കുകയാണ്. സൽമാനെ, ഈത്തപ്പഴത്തിന്റെ കുരു കൊണ്ടുവരിക, ഈത്തപ്പഴത്തിന്റെ കുരു കൊണ്ടുവരിക. സൽമാൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ കുരുവിന്റെ തൈയുണ്ടല്ലോ, ഒരു കായ വരണമെങ്കിൽ 8 വർഷം കാത്തിരിക്കണം നബിയെ. 8 വർഷം കഴിയാറ് ഈ ഈന്തമരക്കുരുവിൽ നിന്ന് ഒരു മരം വളർന്നു വന്നിട്ട് ഈത്തപ്പഴം വരൂല നബിയേ. 8 വർഷം വരെ കാത്തിരിക്കണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സൽമാനെ, കുരു തരിക. ആരംഭ റസൂലിന്റെ പരിശുദ്ധമായ കൈകൊണ്ട് മദീനയുടെ മണ്ണിൽ ആ തോട്ടത്തിന് വേണ്ടി കുടിയെടുക്കുകയാ. ആ തോട്ടത്തിന് വേണ്ടി കുടിയെടുക്കുകയാണ്. സഹാബികൾ കുടിയെടുത്തിട്ട മണ്ണ് കൈകൊണ്ട് മാറ്റിയിട്ട് സൽമാൻ എടുത്തു കൊടുത്ത കുരുവരാ കുടിച്ചിടുകയാണ്. സൽമാൻ കുരു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കൈകൊണ്ട് നീക്കിയിടുകയാണ്. അങ്ങനെ നൂറുകണക്കാണ് ഈന്തമരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ എന്റെ കൈകൊണ്ട് നടുകയോ. എന്നിട്ട് യഹൂദിയോട് പറയുകയാണ്, എടാ നീ എണ്ണിക്കോ, എടാ നീ എണ്ണിക്കോ. സാധാരണ ഈത്തപ്പഴത്തിന്റെ കുരു വെച്ച് കഴിഞ്ഞാൽ 8 വർഷം വേണം, 7 വർഷം വേണം. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 1 വർഷത്തിനകത്ത് എനിക്ക് സൽമാനെ നീ തരും പൊന്നുമോനെ. ഈ വസ്തു നിറച്ച് ഈന്തമരങ്ങൾ വളർന്നു വരും, ഈത്തപ്പഴ കുഴകൾ ഇങ്ങനെ തൂങ്ങിയാടുമടാന്ന് പറഞ്ഞ് റസൂലുള്ള മടങ്ങിപ്പോയപ്പോ തന്നെ ഈന്തമരമരാ വളരാ തുടങ്ങുകയാണ്. ഇതാരെന്നറിയോ, ഇതാരെന്നറിയോ ചെറുപ്പക്കാരാ, നീ തട്ടിക്കളിക്കുന്ന റസൂലല്ല, നീ സാധാരണ മനുഷ്യരെന്ന് പറയുന്ന മക്കയിലെ അറബി പയ്യനാര മുഹമ്മദല്ല. പിന്നെ ആരെന്നറിയോ, ഈ കൊണ്ടൂർക്കരയിലെ പേമാരിയെ തോൽപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വിശ്വാസമുറായത്തിന്റെ മനസ്സിന്റെ മാണിക്കക്കല്ലായ അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ. ഇതാരെന്നറിയോ, ഇതാരെന്നറിയോ, 10 പ്രാവശ്യം ആ പേര് പറയുമ്പോ രോമാഞ്ചമുണ്ടാകുന്ന എന്റെ മുമ്പിലിരിക്കുന്ന സ്നേഹസമ്പന്നരായ ചെറുപ്പക്കാരുടെ മനസ്സിന്റെ രാജകുമാരനാണ് പെങ്ങളെ. ഇതാരെന്നറിയോ, കണ്ട 7 കൂലികളുടെ കാസറ്റ് വീട്ടിലിട്ട് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യ റബീഉലവ്വലിനെ ചവിട്ടിത്തേക്കുന്ന കന്നുകാലികൾ കാണുന്ന മുഹമ്മദ് നബിയല്ലോ. പിന്നെയോ അല്ലാഹുവിന്റെ റസൂലിനോട് ലയിച്ചു ചേരുന്ന ഇഷ്ടത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ, ലാളനയുടെ, വാത്സല്യത്തിന്റെ, കാരുണ്യത്തിന്റെ കഥ ഞരമ്പുകളിലൂടെ പ്രസിപ്പിക്കുന്ന ചോടോടുകൂടി പറയാൻ പറ്റുന്ന അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. 7-8 മാസം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറേ, സൽമാന്റെ തോട്ടമൊന്ന് പോയി നോക്കുക, സൽമാന്റെ തോട്ടമൊന്ന് പോയി നോക്കുക. ഉമർ റളിയല്ലാഹു അൻഹു തോട്ടം നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് ഓടി വരുന്നു. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഇന്നുവരെ മദീനയിൽ ഒരു ഈത്തപ്പഴത്തിന്റെ കുലയിൽ ഇത്രത്തോളം പഴങ്ങളെ ഞാൻ കണ്ടിട്ടില്ല നബിയേ. ഇന്നുവരെ മദീനയിൽ ഒരു തോട്ടത്തിലും ഇത്ര മനോഹരമായ പഴം വന്നിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ഓടുകയാണ്. ചെല്ലുമ്പോ ആ തോട്ടത്തിന്റെ മുമ്പിൽ നിന്നിട്ട് സൽമാനുൽ ഫാരിസി പൊട്ടി കരയുകയാണ്. സൽമാനുൽ ഫാരിസി പൊട്ടി കരയുകയാണ്. യാ റസൂലല്ലാഹ്,
എനിക്ക് അത്ഭുതം തോന്നുന്നു നബിയെ, ഞാൻ മരിച്ചു പോകുന്ന നബിയെ, ഞാൻ തളർന്നു പോകുന്ന റസൂലെ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയെ. സൽമാൻ ഫാരിസിയുടെ കരം പിടിച്ചുകൊണ്ട് യഹൂദിയുടെ വീടിന്റെ മുമ്പ് പോയി അധികാരത്തോടെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്റെ സൽമാനെ ഞാൻ കൊണ്ടുപോവുകയാ, എന്റെ സൽമാനെ ഞാൻ കൊണ്ടുപോവുകയാ, 8 വർഷത്തിന് ശേഷമേ നിനക്ക് വിടാൻ പറ്റൂ എന്ന് പറഞ്ഞ നിന്റെ ഈന്തപ്പന തോട്ടം നീ ഒന്ന് പോയി നോക്കുക. യഹൂദി എന്ന് കണ്ടിട്ട് പറയുന്ന സഹിക്കാൻ വയ്യ, ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇല്ല, ഇതിന്റെ ഒരു കാരക്ക പോലും എനിക്ക് വേണ്ട, ഈ തോട്ടം ഇനി സൽമാന്റെ പേരിലുള്ളതാണ്. മുഹമ്മദ് നബിയെ, നിങ്ങൾ ആരെന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി. മദീനത്തെ യഹൂദികൾ തിരിച്ചറിഞ്ഞു മുത്ത റസൂലിനെ. എന്നിട്ട് നിങ്ങൾക്ക് ആരംഭ റസൂലിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങളെ കാക്കണേ അല്ലാ. ആ യഹൂദി പറയുന്നു, വേണ്ട, ഈത്തപ്പരത്തിന്റെ ഒരു പഴത്തിന്റെ കുരു പോലും എനിക്കിനി വേണ്ട, അത് മുഴുവനും സൽമാനുള്ളതാണ്. ആ തോട്ടമാണ് മസ്റഅത്ത് സൽമാൻ, ആ തോട്ടമാണ് മസ്റഅത്ത് സൽമാൻ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്കതൊന്ന് കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാ. എഴുതി വെച്ച ഞങ്ങളെ ഉംറയ്ക്ക് പോകുമ്പോ കൊണ്ടുപോകുന്ന ഉസ്താദുമാരോട് ചോദിക്കാമല്ലോ, എവിടെയാണ് മസ്റഅത്ത് സൽമാൻ, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം എവിടെയാണെന്ന് അഭിമാനത്തോടെ ചോദിക്കാമല്ലോ. ആ തോട്ടത്തിന് ഇത്രയും കഥകളാണ് നിന്റെ അടുത്ത് പറഞ്ഞു തരാനുള്ളത്. ആ തോട്ടത്തിന്റെ ഇലകളെ കാണുമ്പോ, ആ തോട്ടത്തിന്റെ പഴങ്ങളെ കാണുമ്പോ ഈ മനോഹരമായ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിലേക്ക് അയവിറക്കി വരട്ടെ.